അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബിൻ്റെ. അപ്പം നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത്, നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ വന്നിട്ട് റിക്രൂട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒന്നാമത് കേരളക്കാരെയൊന്നും എടുക്കുന്നില്ല. കേരളക്കാരെ എടുക്കാത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ പെട്ടെന്ന് മുഹൂർത്തം പോയി അങ്ങനെ ഇതാക്കിയിട്ടെല്ലാം റിസൈൻ ചെയ്ത് പോകുന്നുണ്ടോ. റിസൈൻ ചെയ്ത് പോകുന്നതല്ല, ഇവരറിയാണ്ട് വൈറ്റ് പാസ്പോർട്ട് എടുത്തിട്ട് പോകേണ്ട പ്ലാനാണ് എല്ലാവർക്കും. അപ്പം ആ ഒരു പേയ്മെൻറ്റ് അടക്കേണ്ടി വരില്ല, ബാനില്ല എന്നെല്ലാമാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 700 ദറംസിൻ്റെ ഇടയ്ക്കേ വരുള്ളൂ ഫണ്ട്. അപ്പം എല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം ഇവിടുന്ന് ലൈസൻസ് എടുക്കും, പെർമിറ്റ് എടുക്കുന്നതിന് മുമ്പേ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ 2000 ദറംസും ബാക്കിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്പെൻസൊന്നും കുറക്കുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ ലൈസൻസ് കിട്ടിയ പാടന്നെ പോകുന്നവരങ്ങനെ പോകണം എന്നുള്ള ഓർഡർ. കുറേ ആൾക്കാർ ഇങ്ങനെ ഫണ്ട് അടക്കാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം അവർ എന്തായാലും നോട്ട് ചെയ്യാണ്ടിരിക്കില്ല. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എഗ്രിമെൻറ്റും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാനുള്ള ഇതായിരിക്കും ഉണ്ടാവുക. കുറച്ച് ബ്ലാക്ക് ലിസ്റ്റിലാണ് ഇപ്പം കിടക്കുന്നത് ക്യാബി. അതെല്ലാവരും ഒന്ന് അറിഞ്ഞിട്ട് നോക്കിയിട്ടും വന്നോളൂ. ഇപ്പം കേരളത്തിൽ നിന്ന് റിക്വസ്റ്റ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഈ GPS-ൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. പോയി കഴിഞ്ഞാൽ കസ്റ്റമർ തരാത്ത അവസ്ഥയെല്ലാം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ക്യാബിൽ ബഡ്ഡീസ് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആ ആപ്പിൽ കയറി ഇറങ്ങി റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഓപ്പറേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ കുറേ പണികളുണ്ട്. പിന്നെ വണ്ടി എടുക്കുന്ന കൂട്ടരെല്ലാം ആണെങ്കിൽ, അതായത് ലൈസൻസ് എല്ലാം കിട്ടി വണ്ടി എടുക്കുമ്പോൾ മാക്സിമം എല്ലാം വീഡിയോയും കാര്യങ്ങളും എടുത്ത് എന്തായാലും ബോട്ടം സൈഡ് എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അവർ എന്തായാലും പൊക്കിയിട്ടൊന്നും കാണിച്ചു തരില്ല. അപ്പം ബാക്കിയുള്ള മാക്സിമം വീഡിയോകളെടുത്ത് സെറ്റാക്കി വെക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ GPS ഇല്ല, ഓട്ടം കുറവാണ്, കുറേ ഫോറിനേഴ്സ് പുറത്ത് പോയിട്ടാണ് ഉള്ളത്, അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പം ഹോട്ടൽ കാര്യങ്ങളെല്ലാം കുറേ പൂട്ടിയിട്ടിട്ടാണ് ഉള്ളത്. കുറച്ചൊരു റിസ്ക് ആണ് ഇപ്പം വരുന്നത്. ഇതെല്ലാം ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ അപ്ഡേഷൻ ഞാൻ ഇടും. അത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ.